ഉണ്ടാക്കാനും ഭിന്നിക്കാനും ഒന്നും സമയമില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കുട്ടിയാകുന്ന സമയത്ത് ഒരു ബാങ്ക് രണ്ട് ചെവിയിലും കൊടുക്കുന്നുണ്ട്, ബാങ്കും ഇക്കാമത്തും. ബാങ്കും കൊടുത്തു, ഇക്കാമത്തും കൊടുത്തു. എന്താണിത് സൂചിപ്പിക്കുന്നത്? തസോഫിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, അയാളെ മയ്യത്ത് കൊണ്ടെന്ന് വെച്ചിട്ട് ബാങ്കും കൊടുക്കലില്ല, ഇക്കാമത്തും കൊടുക്കലില്ല. നിസ്കരിച്ചാൽ മതിയാന്താ? നിസ്കരിക്കാനുള്ള ബാങ്കും ഇക്കാമത്തും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബാങ്കും ഇക്കാമത്തും കൊടുത്ത് നിസ്കരിക്കാൻ എത്ര സമയം ഉണ്ടാവുക? ബാങ്കും കൊടുത്തു, ഇക്കാമത്തും കൊടുത്തു, ഇനി എത്ര സമയം ഉണ്ടാവും? അത്ര സമയം ജീവിതമുള്ളൂ പരലോകത്തെ അപേക്ഷിച്ച്. ഇവിടെ കുറഞ്ഞ സമയം നമുക്കുള്ളൂ. തർക്കിക്കാനൊന്നും നേരമില്ല, തമ്മിലടിക്കാനൊന്നും നേരമില്ല. മനുഷ്യന്മാരെ പോലെ നല്ല നിലക്ക് ജീവിക്കാനേ നേരമുള്ളൂ. അവിടെ ആദ്യം നമ്മളൊന്ന് നന്നാവുകയാണ് വേണ്ടത്. പരിശുദ്ധ ദീൻ പറഞ്ഞത് അങ്ങനെയാണ്. നാളെ പടച്ച റബ്ബ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് കൂലി കൊടുക്കുന്നത് എന്തിനാന്നറിയങ്ങൾ? സ്വഭാവത്തിന്റെ നന്മക്കാണ്. അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഒരു ചോദ്യമാണ്. റസൂൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു സ്വഹാബി ചോദിച്ചതാണ്, ഏറ്റവും നല്ലൊരു അമല് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഏറ്റവും നല്ലൊരു അമല് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. റസൂൽ ഒറ്റയടിക്ക് പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. സ്വഭാവം നന്നാക്കുക. എല്ലാ മനുഷ്യന്മാരും പറയാൻ തർക്കടില്ല, ഓ അയാൾ എന്തോരം നല്ല മനുഷ്യനാ. ഈ ഒരു മദ്ഹ് ജനങ്ങളെ നാവുമ്മ വരണമെങ്കിൽ നമ്മളെ സ്വഭാവം നന്നാവണം. ആ കടിച്ചു പറിച്ച ശീലം, ദേഷ്യം പിടിക്കല്, ക്ഷമയില്ലാത്ത അവസ്ഥ അതൊക്കെ ഒഴിവാക്കുക. നല്ല സ്വഭാവം കാണിക്കുക. റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി, എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ സ്വഭാവം നന്നാക്കണേ എന്ന് അതുമായിരുന്നു. സ്വഭാവം നന്നാവൽ വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തോട് പറഞ്ഞതും പഠിപ്പിച്ചതും അങ്ങനെയാണല്ലോ. ആ രീതിയിൽ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. റസൂലുള്ളാഹിന്റെ പത്നിമാരാണ് നബി തങ്ങളോട് ചോദിച്ചല്ലോ, നബിയെ, ഒരു പെണ്ണിന് 2 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 2 ആളും മരിച്ചു, ഈ പെണ്ണും മരിച്ചു, 3 ആളും മരിച്ചു. ഒരു പെണ്ണിന് എങ്ങനെയാ 2 ഭർത്താക്കന്മാരുണ്ടാവുക? ആ പെണ്ണിനെ ഒരാൾ വിവാഹം കഴിച്ചു, അയാൾ മരിച്ച ശേഷം വേറൊരാളെ പെണ്ണിനെ വിവാഹം കഴിച്ചു, 2 ഭർത്താക്കന്മാരായി, ഈ പെണ്ണും മരിച്ചു. വദഖലാ ഫിൽ ജന്ന, 2 ആളും സ്വർഗത്തിൽ കടന്നു, 2 ആണുങ്ങളും സ്വർഗത്തിലാണ്. വദഖലത്തിൽ ജന്ന, ഈ പെണ്ണും സ്വർഗത്തിൽ പോയി, 3 ആളും സ്വർഗത്തിലാ. ഈ പെണ്ണിന് സ്വർഗത്തിൽ ഒരു ഭർത്താവ് ഉണ്ടാവുമല്ലോ, അതാരായിരിക്കും എന്ന് ചോദിച്ചു. നബി തങ്ങൾ ഒറ്റ മറുപടിയാണ്, അഹ്സനുഹുമാ ഖുലുഖൻ. ആ പെണ്ണിനോട് നല്ല സ്വഭാവത്തിൽ പെരുമാറിയ ആളാരാണോ അയാളായിരിക്കും ആളെ പരലോകത്തെ ഭാര്യ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. സ്വഭാവം നന്നാവുക എന്നുള്ള വലിയ വിഷയമാണ്. ഹജ്ജ് നമ്മളെ സ്വഭാവം ശരിക്കണം നന്നാക്കും. നിങ്ങൾക്കറിയോ, ഹജ്ജിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഉലയിലിട്ട് ഇരുമ്പ് പഴുപ്പിക്കും പോലെ, കമാ യംഫിൽ ഹഖീറു ഖബസൽ ഹദീദ്. ഇരുമ്പ് ചൂടാക്കിയിട്ട് പഴുപ്പിച്ചിട്ട് അടിച്ചിട്ട് നല്ല പച്ചിരുമ്പ് കിട്ടും, അപ്പോഴാണ് ഇത് നന്നാവണത്. അപ്പൊ ഇത് ഒലയിലിട്ട് ചൂടാക്കുമ്പോഴും അടിച്ചിട്ട് കൊല്ലൻ അത് നേരെ, ഇത് ഹദീസിൽ പറഞ്ഞ വാചക. ഒരു കൊല്ലൻ ഇരുമ്പ് ചൂടാക്കി പഠിപ്പിച്ചിട്ട് അടിച്ചിട്ട് നേരെയാക്കണ പോലെയാണ്. അപ്പൊ നമ്മളെ ഈ കണ്ട തെറ്റൊക്കെ ചെയ്ത നമ്മളെ, ഈ കണ്ട വൃത്തികേടൊക്കെ വാക്കിലും പ്രവൃത്തിയിലും വന്ന നമ്മളെ പടച്ച റബ്ബ് കൊണ്ടുപോയിട്ട് കൊല്ലൻ ഒലയിലിട്ട് ചൂടാക്കുമ്പോൾ ഒരു ചൂടാക്കലും 4 അടിയാണ്. അപ്പൊ ലേശൊരു പ്രയാസത്തിലുണ്ടാവും, ലേശൊരു ബുദ്ധിമുട്ടിലുണ്ടാവും. ഞാൻ പേടിപ്പിക്കല്ല, നമുക്ക് സ്വർഗം തരാനാണ്. അപ്പൊ അറഫി പോയി വരുമ്പോഴേക്കും ആകപ്പാടെ ക്ഷീണിച്ചിട്ട്, പടച്ചോനെ ഞാൻ ഇടങ്ങേറായി എന്ന് ചിന്തിക്കരുത് കേട്ടോ, ഒരു നിലക്കും നിങ്ങൾ ചിന്തിക്കരുത്. എനിക്കൊരു ഇടങ്ങേറ് തോന്നി അറഫി പോയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ട്, അല്ലെങ്കിൽ വേർത്തിട്ട് എന്ന് പടച്ചോനെ കുറ്റം പറയേ ചെയ്യരുത്. അത് ഇബ്ലീസ് പിന്നാലെ നടന്നുണ്ടാക്കുകയാണ്. എന്ത് ബുദ്ധിമുട്ട് ഹജ്ജിൽ വന്നാലും ശരി, പടച്ചോനെ എനിക്ക് സ്വർഗമുണ്ടല്ലോ എന്ന് കരുതിയാൽ മതി. ഇപ്പോഴത്തെ ചൂട് നമുക്ക് സഹിക്കണില്ല. നിങ്ങൾ AC റൂമിലായിട്ടാ, പുറത്തിറങ്ങിയാൽ നിൽക്കൂല. അതിൻ്റെ ഇരട്ടിക്കട്ടിക്ക് ചൂടാണ്. സൂര്യൻ തലക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ദിവസം വരാണ്ട്, അത് ഉറപ്പാ വരും, നമ്മളത് അനുഭവിക്കും. അവിടേക്കൊക്കെ ചിന്തിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ദിവസത്തിൽ സന്തോഷം കിട്ടാനാണിത്. ആ സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ അമല് നല്ല നിലക്ക് ചെയ്യുമ്പോൾ, പടച്ചോനെ ഇതൊരു ഇടങ്ങാറാണല്ലോ. ചില ആൾക്കാർ പറയും, ചില ആൾക്കാർ ചോദിക്കും, അറഫ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അയാൾ പറയും, അറഫയൊക്കെ തിരക്കടില്ല, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇത്ര ഇടങ്ങേറ് ഞാൻ സഹിച്ചിട്ടില്ല എന്ന് പറയും. അതോടുകൂടി കഴിഞ്ഞു. അതോടുകൂടി ഹജ്ജ് വീണുടഞ്ഞു പോയി. 70 കൊല്ലം ചെയ്ത തെറ്റ് ഒറ്റ ദിവസം കൊണ്ട് പടച്ചറപ്പ് പൊറുക്കുകയാണ്.
നിങ്ങൾക്കൊരു നേരത്തെ ക്ഷീണം വന്നപ്പോഴേക്കും ഇത്ര ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചിട്ടില്ല, അപ്പം അള്ളാൻ്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് വെറുതെ പണിക്ക് പോകണ്ട. അവിടെ നിങ്ങൾ ക്ഷമിച്ചിട്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ശരി, എൻ്റെ റബ്ബ് എനിക്ക് സ്വർഗം തരുമല്ലോ പഠിച്ചോനെ എന്നൊരു ചിന്ത മാത്രം മതി. ഞാൻ അവസാനിപ്പിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ഇതുപോലെ തന്നെ ചെറിയ മഹലിലെ യാത്രയപ്പ് പരിപാടിയുണ്ട്. ഞാനിതിന് KMCCയുടെ ഭാഗത്തിൽ ക്ഷണിച്ചുകൊണ്ട് വന്നതാണ്. ഇന്നത്തെ ഷെഡ്യൂൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ടൈമല്ല. ജാഫർ ക്ഷണിച്ചപ്പോൾ അവരൊക്കെ ചെയ്യുന്ന സേവനത്തിന് മുമ്പിൽ നമ്മളൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾ ഇപ്പോൾ അബുസാഹിബൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ ശരിക്കും കണ്ടത് അവിടെ. അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ മുസ്തഫ ബാക്കവി ഉണ്ട്. ഇവരൊക്കെ KMCCയുടെ പ്രവർത്തകർ അവിടെ. ആകെപ്പാട് 2-3 ദിവസം അവർക്ക് ഒഴിവ് കിട്ടുള്ളൂ. ആകെ 2-3 ദിവസം പെരുന്നാളിൽ ഒഴിവ് കിട്ടുള്ളൂ. ജോലി ആൾക്കാർ അവർ കാണാൻ നിങ്ങളെ പിന്നാലെ മിനയിൽ നിങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ ഹറമിൽ വഴിതെറ്റിയവരെ കൊണ്ടാക്കാൻ, കഞ്ഞി കൊടുക്കാൻ, നിങ്ങൾക്ക് എന്താ വേണ്ടതൊക്കെ അവർ ചെയ്യും. അതൊക്കെ പരലോകത്തെ പ്രതിഫലം ഓർത്തുകൊണ്ട് മാത്രം, അല്ലാതെ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അറഫയിൽ വെച്ച് പ്രത്യേകം ദ്വാരക്കണം. ഞങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് KMCC എന്നൊക്കെ പറഞ്ഞാൽ മനസ്സ് തട്ടിയ സംഘടനയാണ്. അവർ നിസ്വാർത്ഥ സേവനമാണ്. അവരിൽപ്പെട്ട പലരും അവരെ വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും, എന്നാലും അവരെ നിങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്യാൻ നിൽക്കുക. ഈ കോട്ടിട്ട വളണ്ടിയർമാരെ ഇതേ കോട്ടും കൊണ്ട് നിങ്ങൾക്ക് അവിടെ കാണാം. ഞാൻ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന, 1/4 നൂറ്റാണ്ടിലധികമായി ഈ രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് ഇവരെ ശരിക്ക് കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അവരാണ് അതിൻ്റെ തുടക്കക്കാരും. അതുകൊണ്ട് ഇപ്പം പലരും സേവന രംഗത്തിൻ്റെ, എല്ലാവർക്കും അല്ലാഹു ഖൈറ് കൊടുക്കട്ടെ. ഇതിൻ്റെ തുടക്കക്കാർ ഇവരാണ്. ഞാൻ നിങ്ങളോട് അറഫയിൽ നബി തങ്ങൾ ചോദിച്ച പോലെ ചോദിക്കുകയാണ്, നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാരക്കൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് അതിന് തൗഫീക്ക് നൽകട്ടെ. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ മറക്കരുതത്. ദുആ മറ്റുള്ളവർക്ക് കൂടിയാകുമ്പോൾ കൂടുതൽ സ്വീകരിക്കും. എനിക്കും ഈ പ്രവർത്തകർക്കും ഇത് സംഘടിപ്പിച്ചവർക്കും പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇത്ര പ്രയാസമുള്ളൊരു സമയം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയോ, പല ഹജ്ജ് പ്രശ്നങ്ങളും ഇങ്ങനെ വൈകി വരുന്നു, പ്രതിസന്ധിയിലാവുന്നു. എന്തുകൊണ്ടാണ്? ഇന്ത്യ സ്വതന്ത്രമായതിൻ്റെ ശേഷം ഒരു മുസ്ലിം ഇല്ലാത്ത കേന്ദ്രമന്ത്രിസഭ ആദ്യമായിട്ടാണ്. ഹജ്ജിന്റെ കാര്യം കൈകാര്യം ചെയ്യാൻ ഒരു മുസ്ലിമായ മന്ത്രി പോലുമില്ല. എന്നിട്ട് അവർ ഹജ്ജിന്റെ ഈ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു വിദേശ രാജ്യവുമായിട്ടുള്ള ബന്ധമാണ്. ഇക്കാലം അത്രയും അമസാഹിബൊക്കെയുള്ള കാലത്ത് നമുക്ക് ശരിക്കറിയാലോ, MEA എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യൻ വിദേശകാര്യ വകുപ്പായിരുന്നു ഹജ്ജ് കൈകാര്യം ചെയ്തിരുന്നത്. അതിൻ്റെ കീഴിലാണ് ഹജ്ജ്. മറ്റൊരു രാജ്യവുമായി വിദേശകാര്യ വകുപ്പിന് ഇത് ശരിക്കും കൈകാര്യം ചെയ്യാൻ പറ്റും. ചോദിച്ചാൽ അവർ മറുപടി പറയേണ്ടി വരും. സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി മെമ്പർ എന്ന രീതിയിൽ ഹജ്ജിൻ്റെ റിവ്യൂ യോഗം നടക്കും എല്ലാ കൊല്ലത്തിലും. ഒരു ഹജ്ജ് കഴിഞ്ഞ റിവ്യൂ യോഗം ഉണ്ടാവും. സൗദിയിൽ നിന്ന് ഹജ്ജ് കൗൺസിൽ വരും, അംബാസഡർ ഉണ്ടാവും, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. എല്ലാ കുറവും വിലയിരുത്തും. എന്തെങ്കിലും പ്രശ്നമില്ല അവർ മറുപടി പറയേണ്ടി വരും. മെമ്പർമാർ ചോദ്യത്തിന് അവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാ, അവർ ഉദ്യോഗസ്ഥന്മാരാ. ഇപ്പം എന്ത് ചെയ്തു ഗവൺമെൻറ്? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ എടുത്തിട്ട് അത്രമാത്രം ഇപ്പോൾ ഹജ്ജില്ല എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ വകുപ്പിൻ്റെ കീഴിലാക്കി. ഇപ്പം ഹജ്ജ് ഇന്ത്യൻ ന്യൂനപക്ഷ വകുപ്പിൻ്റെ കീഴിലാണ്. അത് ഇന്ത്യക്ക് മാത്രമുള്ളതാ, അത് പുറത്തേക്കില്ല. അതിൻ്റെ ഉള്ളിൽ ചുരുക്കി. അതുകൊണ്ട് തന്നെ വിദേശ ബന്ധങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ അവകാശത്തിൽ കൈയിട്ട് വാരലാണ്. അവിടെ നിങ്ങളൊക്കെ ദ്വാരക്കണം. മനുഷ്യന്മാരെ ഭിന്നിപ്പിക്കുന്ന, ന്യൂനപക്ഷത്തെ വേദനിപ്പിക്കുന്ന, രാജ്യത്ത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്ന ഈ ദുർഭരണത്തെ അള്ളാഹു തുടച്ചു നീക്കി എല്ലാവർക്കും ഗുണം ചെയ്യുന്നവരുടെ കയ്യിൽ അള്ളാഹുവെ ഇന്ത്യയുടെ ഭരണം നീ ഏൽപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതിന് ദ്വാരക്കണങ്ങൾ. എൻ്റെ സമയമാണ്. നിങ്ങൾ ദ്വാരക്കുമ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലും ശരി, അള്ളാഹ്ക്ക് ഇറക്കാനും കഴിയും, കേൾക്കാനും കഴിയും. അള്ളാഹ്ക്ക് ഇറക്കാനും കഴിയും, കേറ്റാനും കഴിയും. മാലിക്കുൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ. ഇറക്കുന്നവനും കേറ്റുന്നവനും യോഗ്യനാക്കുന്നവനും അയോഗ്യനാക്കുന്നവനും ഒക്കെ അള്ളാഹുവാണ്. നിങ്ങൾ ദ്വാരുന്നാൽ മതി. എല്ലാ ജാതി മതസ്ഥരോടും നമുക്ക് നല്ല നിലക്ക് ജീവിക്കണം. അതിന് പറ്റിയൊരു ഭരണകൂടത്തെ, എല്ലാ ജാതിയോടും സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ പറ്റിയൊരു അന്തരീക്ഷത്തെ അള്ളാഹുവെ ഞങ്ങളുടെ നാട്ടിൽ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ എന്ന് പ്രത്യേകം നിങ്ങൾ ദ്വാരക്കണം എന്നുകൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പുണ്യഭൂമിയിൽ ചെല്ലാനും അമലുകൾ കൃത്യമായി ചെയ്യാനും സന്തോഷത്തോടെയും സുരക്ഷിതത്തോടെയും തിരിച്ചെത്തുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.